ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജു എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് നമുക്ക് കുറേ പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇവിടെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം അമ്മ റെഡിയാക്കി എനിക്കിത് മുന്നിൽ കൊണ്ടുവച്ച് തരും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും ചെറുപയർ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് നമ്മൾ ലുലുവിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതാ ലുലുവിലെത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഗ്രോസറീസ് ഒന്നുമല്ല, ഇന്ന് അർജുൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് ഷർട്ട് എടുക്കാനുണ്ട്. അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലുലുവിൽ വന്നത്. ഇതാ അമ്മയും ഉണ്ട്. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് സെഷൻ വരുന്നത്. അപ്പം ഞങ്ങളവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് ആൻ അവറിൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അമ്മ പെട്ടെന്ന് തന്നെ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പുറത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് പുറത്തിറങ്ങിയതുകൊണ്ട് ഭയങ്കര ഡള്ളായിട്ടുണ്ടായിരുന്നു ഫേസ്. അപ്പം ഞാനൊരു ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഫ്രഞ്ച് ക്ലേ ആണ് കേട്ടോ. അപ്പോൾ അതും വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് മാസ്ക് അങ്ങ് സിമ്പിളായിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അമ്മയ്ക്ക് ഫസ്റ്റ് പോയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഞാൻ മുന്നേ ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് അപ്ലൈ ആക്കി കൊടുത്തു. ഈ ഫേസ് മാസ്കിൻ്റെ കളറും അതുപോലെ തന്നെ ഇതെനിക്ക് നന്നായിട്ട് വർക്കായി കേട്ടോ. എനിക്ക് തോന്നുന്നു മുന്നേ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഇപ്രാവശ്യം ഇട്ടപ്പോൾ നല്ലോണം ഇഷ്ടമായി. ഫേസ് ഭയങ്കരമായിട്ട് ക്ലീൻ ആയ പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നെൻ്റെ ഹെയർ വാഷ് ഡേ കൂടി ആയതുകൊണ്ട് സ്കാൽപ്പ് ഞാൻ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊന്നും അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഡ്രൈ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഹെയർ കെയർ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ ട്രൈ ആക്കാറുണ്ട് മാക്സിമം. ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാമാത്തിൻ്റെ റോസ്മെരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ റോസ്മെരിയും അതുപോലെ തന്നെ മേത്തി ദാനയുടെ ഒക്കെ ഗുഡ്നെസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഹെയർ ഫോൾ റിഡ്യൂസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ ഹെയർ ഒന്നും ഡ്രൈ ഒന്നും ആക്കില്ല. അതിനുശേഷം ഞാൻ എന്താ ഹെയർ വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ ഹെയർ ഒന്ന് ജസ്റ്റ് സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റോടൊപ്പം തന്നെ ഞാൻ മാമാത്തിൻ്റെ റോസ്മെരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈക്ക് ടെക്സ്ചറാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നമ്മളെ സ്കാൽപ്പ് ഓയിലി ഡ്രൈ ഒന്നും ആക്കില്ല. 95% പ്യുവർ റോസ്മെരി ഓയിൽ എക്സ്ട്രാക്റ്റും 4% അനഗെയിൻ മേത്തി ദാനയൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. ഞാനിത് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ആക്കി കൊടുക്കും. ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ആക്കുമ്പോൾ നല്ലൊരു ഷൈനി ആയിട്ടിരിക്കും ഹെയർ. അതുകൊണ്ടാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും ഗ്രീസി ഒന്നും ആക്കില്ല ഹെയർ. കണ്ടിന്യൂസ് യൂസിലൂടെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. 14 വീക്സിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. മാമാത്തിൻ്റെ ആപ്പിൽ നിന്നോ സൈറ്റിൽ നിന്നോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ SWA2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് 20% ഓഫർ കിട്ടുന്നതാണ്. ആപ്പിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നിയറസ്റ്റ് സ്റ്റോഴ്സിലും ഇപ്പം മാമാത്തിൻ്റെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. മാമാത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് കൂടിയാണ് കേട്ടോ. അതുപോലെ മാമാത്തിൻ്റെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്സ് ഷെയർ ചെയ്യുക. ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് മാമാത്തിൻ്റെ ടീം എടുക്കുന്നത്. ദേ ഇംപ്രൂവ് ദെയർ അനിയൻ ഷാംപൂ ബേസ്ഡ് ഓൺ അവർ ഇൻപുട്ട്. ദേ ആർ ഓൾവേസ് അപ്ഗ്രേഡിംഗ് ദെയർ പ്രോഡക്ട്സ് ത്രൂ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ് ഫോർ ബെറ്റർ ക്വാളിറ്റി. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ചെക്ക് ചെയ്തു. വഴിയെ പോകുന്ന സാധനം പിടിച്ചെടുത്തിട്ട് ഞാൻ അതിനെ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഔട്ട്ഫിറ്റൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. നമ്മൾ ദുബായ് മോളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചതാണ്.
ദുബായ് മോളിലെത്തിയിട്ട് ജസ്റ്റ് നമ്മളെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെ ഇല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് കണ്ടു. അമ്മ മുന്നേ വന്നിട്ടുണ്ട്, എന്നാലും ഞങ്ങൾ ദുബായ് എന്തായാലും UAE വന്നാലും ഒരു ദുബായ് മോൾ വിസിറ്റ് മസ്റ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ അക്വേറിയം, ഫൗണ്ടെയിൻ അതൊക്കെ കവർ ചെയ്തതിന് ശേഷം എനിക്കിവിടെ ഉള്ളൊരു ഏഞ്ചലീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിൽ വരണമെന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് എനിക്കത് അപ്പം മുതലേ കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആണ്, ഭയങ്കര തിക്ക് ക്രീമി അടിപൊളിയാണ്. ഇത് പാരീസിൽ ഉള്ള ഒരു കഫേയാണെന്ന് തോന്നുന്നു. അവിടെ നിന്നുള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പം ദുബായ് മോളിൽ വന്നാൽ ബുർജ് ഖലീഫ കാണാതെ എങ്ങനെയാണ് പോവുക. അപ്പോൾ അതും കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്കാണ്. ഇവിടുത്തെ ഐക്യ എൻ്റെ ഒരു ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ടാണ്. അപ്പോൾ ഐക്യയിലും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ. അപ്പം നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി മോളിലെത്തി നേരെ ഐക്യയുടെ സെഷനിലേക്കാണ് പോയത്. ഐക്യയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആവശ്യമില്ലാത്ത വേണ്ടാത്ത സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോവാന്ന് പറയുന്നത് എന്തോ ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവം പോലെയാണ് ഐക്യയിൽ വന്നാൽ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ലോക്കറിലായിരുന്നു വാങ്ങിച്ച സാധനം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും തിരിച്ചെടുത്തിട്ട് ഈ ഒരു സംഭവം അടിപൊളിയാണ് അല്ലേ, നമ്മളിത് ക്യാരി ചെയ്ത് പോകുമെന്ന് വേണ്ട, ഇങ്ങനെ ലോക്കർ സർവീസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.